4 വർഷം, ശരി 4 വർഷമായത് ഈ ഐഫോൺ എസ് ഞാൻ കൊണ്ടു നടക്കുന്നത്. ഓക്കെ, ഐഫോൺ എസിനെ പറ്റി പറയുകയാണെങ്കിൽ എല്ലാവർക്കും കുറ്റം പറയാവുന്നൊരു എന്താ പറയുക ഒരു മോഡലാണ്. ഞാനടക്കം കുറ്റം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ചെറിയ ഡിസ്പ്ലേ, ചെറിയ ബാറ്ററി, ആ വിലയ്ക്കുള്ള സംഭവങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞ് ഞാൻ ഇട്ടിട്ടുണ്ട്. പക്ഷേ ചില്ലറ സംഭവമല്ല ഇത്. നമ്മൾ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ ഏതൊരു ഐഫോണും കൊണ്ടു നടക്കാം എത്ര വർഷം വേണമെങ്കിലും. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത് അപ്ഗ്രേഡ് ചെയ്യാത്തതും കാര്യങ്ങളൊക്കെ. പൈസയുടെ വിഷയം വേറെ, എന്നാലും എനിക്കിപ്പോഴും ഇതൊരു അപ്ഡേറ്റഡ് ആയിട്ട് തോന്നുന്നില്ല. കാരണം ഇതിനകത്ത് ഞാൻ മെയിനായിട്ടും എല്ലാ അപ്ഗ്രേഡ് വരുമ്പോഴും ഞാൻ ചെയ്യുന്ന 2 കാര്യങ്ങളുണ്ട്. മെയിനായിട്ടും ബാക്കപ്പ് ചെയ്യുക, അതുപോലെ തന്നെ റീസെറ്റ് ചെയ്യുക, ഫാക്ടറി റീസെറ്റ് ചെയ്യുക. അപ്പോൾ ഇപ്പം iOS 8 നമുക്ക് വന്ന് നിൽക്കുന്നുണ്ട്. കുറേ പേര് ചോദിച്ചു iOS 8 നല്ല രീതിയിൽ ബട്ടർ സ്മൂത്ത് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടി എന്തൊക്കെ ഐഫോണിൽ ചെയ്യണമെന്ന്. അപ്പോൾ കുറച്ച് പേര് കമൻറ്റ് ചെയ്യായിരുന്നു നമ്മുടെ പഴയ ഐഫോണിൻ്റെ iOS 8 വീഡിയോ കണ്ടിട്ട്. അപ്പോൾ വേറെ ഒന്നുമില്ല, ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങൾ തന്നെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. മെയിനായിട്ടും ബാക്കപ്പ് ആൻഡ് റീസെറ്റ്. ഓക്കെ, ഈ 2 കാര്യങ്ങളും പറയുമ്പോൾ സിമ്പിൾ കാര്യങ്ങളാണ്. ബാക്കപ്പ് ചെയ്യുക, ഒന്നിൽ iCloud മേടിച്ച് ബാക്കപ്പ് ചെയ്യുക, അല്ലെങ്കിൽ എന്താ പറയുക കാര്യം നടക്കൂലേ എന്ന് നമ്മൾ വിചാരിച്ചുവെങ്കിലും അങ്ങനെയല്ല പരിപാടി. ഓക്കെ, ശരിയാണ്, iCloud മേടിക്കണം എല്ലാ പ്രാവശ്യവും. എന്താ പറയുക iOS 14 മുതൽ ഞാൻ 50 രൂപയ്ക്ക് മറ്റേ എന്താ പറയുക 5 GB 10 GB 12 GB ഒരു പ്ലാൻ എടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ ബൈ ചെയ്യുന്ന പ്ലാൻ എന്ന് പറയുന്നത് 219 രൂപയുടെ 200 GB സ്റ്റോറേജിൻ്റെ ആ ഒരു പ്ലാനാണ്. പിന്നെ ഈ അപ്ഗ്രേഡ് നല്ല രീതിയിൽ ചെയ്യാനായിട്ട് നമുക്ക് iTunes എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ആപ്പിളിൻ്റെ തന്നെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് PC വെച്ചിട്ട് അപ്ഗ്രേഡ് ചെയ്യാവുന്ന ഒരു പരിപാടിയുണ്ട്. ശരിക്കും പറഞ്ഞാൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. കാരണം നമ്മുടെ ഉള്ള വേർഷനൊക്കെ മൊത്തം എറിഞ്ഞ് കളഞ്ഞിട്ട് പുതിയത് ഫ്ലാഷ് ചെയ്യുകയാണ് ചെയ്യുക. അതായത് ഇപ്പം iOS 7 ഓടുന്ന ഐഫോണാണ് നിങ്ങളുടെങ്കിൽ iTunes വെച്ച് ചെയ്യുമ്പോൾ iOS 17 ഫസ്റ്റ് ഫുള്ള് ഡിലീറ്റ് ചെയ്യും, എന്നിട്ട് iOS 18 നല്ല ഫ്രഷ് ആയിട്ട് കയറ്റുന്ന പരിപാടി. അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്തായാലും നമുക്ക് എന്താ പറയുക ഒരു ഫ്രഷ് ഫോൺ ഔട്ട് ഓഫ് ദ ബോക്സ് എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പോൾ അതൊന്നും ഇല്ലാത്തവർക്ക് നമുക്ക് ആ സെയിം ലെവലുള്ള എക്സ്പീരിയൻസ് എത്തിക്കാൻ പറ്റും. അതാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഓക്കെ, ഫസ്റ്റ് iCloudൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുക. നിങ്ങൾക്കിപ്പം നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡാറ്റാസ് ഒന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഓടിച്ചെന്ന് റീസെറ്റ് ചെയ്യാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷേ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ഞാൻ പറയാം. ഇനിയിപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഡാറ്റയൊക്കെ വേണം. കാരണം ഇങ്ങനെ ഒരു അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു പുതിയ ഐഫോൺ അല്ലല്ലോ അപ്ഗ്രേഡ് ചെയ്യുക. ഇത്രയും വർഷം യൂസ് ചെയ്താൽ ചിലപ്പം കുറേ മാസങ്ങൾ കൊണ്ട് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഐഫോൺ ആയിരിക്കാം. അപ്പോൾ അതിനകത്ത് ആവശ്യമുള്ള ഡാറ്റാസൊക്കെ ഉണ്ടാവും ഉറപ്പായിട്ടും. ഓക്കെ, അപ്പം എനിക്കും ഇതിനകത്ത് വേണ്ടപ്പെട്ട മെയിൻ ഡാറ്റാസ് എന്ന് പറഞ്ഞാൽ കോൺടാക്ട്സ്, അതുപോലെ തന്നെ വാട്സപ്പ്, അതുപോലെ കുറച്ച് തേർഡ് പാർട്ടി ആപ്സിൻ്റെ ഡാറ്റ, പിന്നെ മെയിനായിട്ട് ഫോട്ടോസ്, അതൊക്കെയാണ് എനിക്കിതിനകത്ത് ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ. ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ അതായത് പാസ്വേഡ്സും കാര്യങ്ങളൊക്കെ ഞാൻ എന്താ പറയുക ഒരു പാസ്വേഡ് മാനേജറൊക്കെ യൂസ് ചെയ്തിട്ടാണ് ചെയ്യുക. അപ്പം പാസ്വേഡ് മറന്നാലും വലിയ വിഷയമില്ല, നമുക്കത് ലോഗിൻ ചെയ്ത് സെറ്റപ്പ് ചെയ്യാൻ പറ്റും, അത് ഓക്കെയാണ്. അപ്പോൾ 2 സ്റ്റെപ്പേ ഉള്ളൂ, ബാക്കപ്പ് ആൻഡ് റീസെറ്റ് ചെയ്യുക. അപ്പോൾ ഇത് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. തുടങ്ങാം. ഫസ്റ്റ് ബാക്കപ്പ് ചെയ്യാം. എങ്ങനെ ബാക്കപ്പ് ചെയ്യാം? ജസ്റ്റ് നിങ്ങൾ എന്താ പറയുക ഇതുപോലെ എല്ലാ പ്രാവശ്യം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഈ iCloud വാങ്ങാറുണ്ട്. ഈ ഒരു അപ്ഡേറ്റ് ഈ ഒരു സെപ്റ്റംബറൊക്കെ ആകുമ്പോൾ ഈ പ്രാവശ്യം വാങ്ങി 219 രൂപയുടെ 200 GB ആ ഒരു പ്ലാൻ വാങ്ങിക്കഴിഞ്ഞ് ഞാൻ ഫസ്റ്റ് ചെയ്തത് iCloud സെറ്റിങ്സിൽ പോവുക. iCloud സെറ്റിങ്സിൽ പോയി കഴിയുമ്പോൾ സെറ്റിങ്സിൽ പോകുന്ന അറിയാമല്ലോ, അത് ഫസ്റ്റ് നമ്മുടെ മേളിൽ തന്നെ നമ്മുടെ പ്രൊഫൈൽ സംഭവങ്ങൾ വരും. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ iCloudൻ്റെ വരും, iCloud ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇപ്പം ഇത്രയും ആയി 200 GB ഇത്രയും നിറച്ചു. അപ്പോൾ മെയിനായിട്ട് അതിൽ കൂടുതൽ ഫോട്ടോസാണ്. അപ്പോൾ അതിൽ നമുക്ക് ഷോ കൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് iCloudൽ ബാക്കപ്പ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ബാക്കപ്പ് എല്ലാം ഓക്കെ ആവും. പിന്നെ ഫോട്ടോസൊക്കെ ബാക്കപ്പ് ചെയ്യുന്നവർ ശ്രദ്ധിക്കുക, ഇത് അത്യാവശ്യം സമയം എടുക്കുന്ന കാര്യമാണ്. നിങ്ങൾ ഇതുവരെയും ഫോട്ടോസൊന്നും ബാക്കപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല സമയം എടുക്കും. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫോൺ കുത്തിയിടുക. അത് കഴിഞ്ഞിട്ട് മറ്റേ ഡിസ്പ്ലേ സെറ്റിങ്സിൽ വന്നിട്ട് ഓട്ടോ ലോക്ക് എന്ന് പറഞ്ഞ ഫീച്ചർ വന്നിട്ട് നെവർ കൊടുക്കുക. ഈ നെവർ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, നിങ്ങളുടെ ഈ ഐഫോൺ ബാറ്ററി തീരുന്ന വരെ ഓൺ ആയിട്ട് തന്നെ ഇരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ചെയ്തിട്ട് ഫോൺ കുത്തിയിടുക. അതിൻ്റെ ഫോട്ടോസിൻ്റെ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ മാറ്റി വയ്ക്കുക. വൈഫൈയിൽ കാണിച്ചായിരിക്കും ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ. വൈഫൈ ആയിരിക്കും പെട്ടെന്ന് കയറുന്നത്. അപ്പം അങ്ങനെ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സിങ്ക്ഡ് വിത്ത് ഫോട്ടോസ് എന്ന് പറയുന്നത്. ഇപ്പോൾ എൻ്റെ ഫുൾ സിങ്ക്ഡ് ആയതുകൊണ്ട് വലിയ വിഷയങ്ങളില്ല. ഇനി വാട്സപ്പാണ്. വാട്സപ്പിൻ്റെ കാര്യം പറയുമ്പോൾ നേരത്തെ ആ ഒരു സംഭവത്തിൽ ചെന്നിട്ട് നിങ്ങളുടെ ചാറ്റ് എടുക്കുക. ചാറ്റ് എടുത്തിട്ട് ബാക്കപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവരെ കാണാൻ പറ്റും. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. ചിലപ്പം ഇഷ്ടം പോലെ ആപ്ലിക്കേഷൻസ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടാവും. ഇപ്പം റീസെറ്റ് ചെയ്ത് നിങ്ങൾക്ക് തിരിച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ അതിൻ്റെ പാസ്വേഡ്സിൻ്റെ കാര്യത്തിൽ ഓർമ്മ വയ്ക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മയിലുണ്ടെങ്കിൽ ഓക്കെ ആയിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നടക്കും. അല്ലെങ്കിൽ പാസ്വേഡ് റീസെറ്റ് ചെയ്യാനുള്ള പരിപാടി ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം. അപ്പം ഇത്ര ഓക്കെ ആയി കഴിഞ്ഞാൽ നമ്മൾ ബാക്കപ്പിൻ്റെ സെഷൻ സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പം മെയിനായിട്ട് ശ്രദ്ധിക്കുക, iCloud അല്ലെങ്കിൽ എന്തായാലും iCloud വാങ്ങാം. എന്നിട്ട് നിങ്ങളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആപ്ലിക്കേഷൻസ് ഒക്കെ ബാക്കപ്പ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പം ടെലിഗ്രാം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ബാക്കപ്പ് ടെലിഗ്രാമിൻ്റെ ബാക്കപ്പ് ചെയ്യുക.
അങ്ങനെ വാട്സപ്പ് കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ട് ഓക്കെ ആവും സെറ്റ് ചെയ്ത് ചെക്ക് ചെയ്യാം. പിന്നെ നിങ്ങളുടെ മെയിൻ ഇമ്പോർട്ടൻറ്റ് ഡാറ്റാസ്, അതായത് കോൺടാക്ട്സ് ഒക്കെ ബാക്കപ്പ്ഡ് ആയിട്ടുണ്ടോ, എങ്ങനെ ചെക്ക് ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ ഒന്നും ചെയ്യാനില്ല, ബാക്കപ്പ് ഓൺ ആക്കി ഇട്ടാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സെറ്റിങ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ഇവിടെ ഈ ഐക്ലൗഡ് ഡാറ്റയുടെ അവിടെ വരുമ്പോൾ ഐക്ലൗഡ് ബാക്കപ്പ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഐക്ലൗഡ് ബാക്കപ്പ്. അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ബാക്കപ്പിനാവുന്ന ഒരു ഓപ്ഷൻ ഉണ്ടാവും. ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എൻ്റെ ഈ ഒരു ഫോൺ മൊത്തം ബാക്കപ്പ് ചെയ്ത് ഇത്രയും വർഷങ്ങളുടെ ആ ഒരു ബാക്കപ്പ് നോക്കി കഴിയുമ്പോൾ 23.8 GB ബാക്കപ്പിൻ്റെ ഡാറ്റ വരുന്നുണ്ട്. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ബാക്കപ്പ് ആയിട്ടുണ്ട്. ഇനി മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഐക്ലൗഡിലേക്കൊക്കെ ബാക്കപ്പ് ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചു. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, നമ്മൾ ഐക്ലൗഡ് സൈൻ ചെയ്തിട്ടുള്ള ആ ഒരു ആപ്പിൾ ID പാസ്വേഡും കാര്യങ്ങളും ഓർത്തിരിക്കുക. ഓക്കെ, അതില്ലെങ്കിൽ നിങ്ങൾ ഇത്രയും ചെയ്തത് വെറുതെ ആവും. നിങ്ങളുടെ വാട്സപ്പിൻ്റെ ഡാറ്റ പോവും, ഫോട്ടോസിൻ്റെ ഡാറ്റ പോവും. നിങ്ങൾ ഇതിനകത്ത് ഐക്ലൗഡിലേക്ക് എന്തൊക്കെ ബാക്കപ്പ് ചെയ്തോ അതെല്ലാം പിന്നെ തിരിച്ചെടുക്കാൻ കഷ്ടപ്പെടും. അപ്പോൾ അതെന്തായാലും ആപ്പിൾ ID, അതായത് നിങ്ങളുടെ ഇപ്പം എൻ്റെ ആപ്പിൾ ID ഇങ്ങനെ വരും, ആ ഇമെയിലിൻ്റെ പാസ്വേഡ് ഓക്കെ ഓർത്തിരുന്ന് സെറ്റപ്പ് ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ സൈൻ ഇൻ ആൻഡ് സെക്യൂരിറ്റി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചേഞ്ച് പാസ്വേഡ് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചേഞ്ച് പാസ്വേഡ് കൊടുത്ത് സെറ്റായിട്ടിരിക്കും. ഇനിയിപ്പോൾ റീസെറ്റാണ് അടുത്ത മെയിനായിട്ടുള്ള ആ ഒരു ഘടകം. ഓക്കെ, അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പം eSIM ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ eSIM-ൻ്റെ ഡാറ്റ പോകാതെ തന്നെ ഫാക്ടറി റീസെറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് പിന്നെ ആ ഒരു സിമ്മിൻ്റെ തലവേദന കുറയും. ഇപ്പം eSIM സാധാ സിമ്മിലേക്ക് ആക്കാൻ നല്ല വിഷയമാണ്. അത് നമ്മൾ അവരുടെ ഓഫീസിൽ ചെന്ന് പുതിയ സിം അപേക്ഷിച്ച് ചടങ്ങാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ eSIM മാക്സിമം കളയാതിരിക്കാൻ ശ്രദ്ധിക്കുക. eSIM ആണ് യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ. സെറ്റിങ്സിൽ വന്നിട്ട് നിങ്ങൾക്ക് ജനറൽ ഉണ്ടാവും. ജനറൽ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴേക്ക് പോകുമ്പോൾ ട്രാൻസ്ഫർ റീസെറ്റിന് ഒരു ഓപ്ഷൻ ഉണ്ടാവും, അവിടെ ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് റീസെറ്റിനുണ്ട്, അതുപോലെ തന്നെ ഇറേസ് ഓൾ കണ്ടന്റ് ആൻഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ. റീസെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സെറ്റിങ്സ്, അതായത് നമ്മുടെ പൊതുവെയുള്ള സെറ്റിങ്സ് നമുക്ക് റീസെറ്റ് ചെയ്യണോ അതോ നെറ്റ്വർക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ eSIM അല്ല ഡിലീറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനത്തെ കുറേ ഓപ്ഷൻസ് ഒക്കെയാണ് വരുന്നത്. നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് താഴത്തെ ഇറേസ് ഓൾ കണ്ടന്റ് ആണ് വേണ്ടത്. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ അവിടെ കാണിക്കും, നമ്മുടെ ആപ്പ് ഡേറ്റയും കാര്യങ്ങളും, അതുപോലെ തന്നെ ആപ്പിൾ ID, പിന്നെ eSIM ആക്ടിവേറ്റഡ് ആണെന്നൊക്കെ. ഇനിയാണ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു റെഡ് ഓപ്ഷൻ ഇങ്ങനെ തിളങ്ങി നിൽക്കും. അവിടെ 2 ഓപ്ഷൻസാണ് മെയിനായിട്ട് വരിക, കീപ് eSIM ആൻഡ് ഇറേസ് ഡാറ്റ എന്ന്. ഓക്കെ, അതുപോലെ തന്നെ ഡിലീറ്റ് eSIM ആൻഡ് ഇറേസ് ഡാറ്റ. ഇവിടെ eSIM നിങ്ങൾക്ക് സേവ് ചെയ്യണമെങ്കിൽ കീപ് eSIM കൊടുത്തിട്ട് ഇറേസ് ഓൾ കണ്ടന്റ് കൊടുക്കുക. അപ്പോൾ അതുപോലെ ഒരു കാര്യം കൂടി, നിങ്ങളിപ്പം റീസെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ റീസെറ്റ് ചെയ്യുമ്പോൾ മാക്സിമം നമ്മുടെ ഈ കേസൊക്കെ അയക്കാനുള്ള ശ്രമിക്കുക. ഓക്കെ, ഇപ്പോൾ ഞാൻ ഈ കേസ് അയച്ചിട്ട് തന്നെ 2-3 മാസമായിട്ടുണ്ട്. നമുക്ക് കേസ് അയക്കണം, കാരണം റീസെറ്റാണ് ചെയ്യുന്നത്. ഫോൺ മാക്സിമം കൂൾ ഡൗൺ ചെയ്ത് വെക്കുക, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഓക്കെ, അപ്പം ഫോൺ മാക്സിമം ചൂട് ഒഴിവാക്കുക, അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ അപ്പോൾ നമ്മൾ കേസൊക്കെ അയച്ചു. ചാർജ് നോക്കുക, നിങ്ങൾ മാക്സിമം ഒരു 80-ന് മേളിൽ എന്തായാലും ചാർജ് ചെയ്യാൻ ശ്രമിക്കുക. അതായിരിക്കും ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ളൊരു കാര്യം. ഇപ്പോൾ ഞാൻ റീസെറ്റ് ചെയ്യാൻ പോവാണിത്, കീ കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ശ്രദ്ധിച്ച് കൊടുക്കണമെങ്കിൽ ഓക്കെ, പിന്നടിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നടിച്ചു കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഐക്ലൗഡ് അപ്ലോഡ് ആയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. പിന്നെ ലാസ്റ്റായിട്ട് നിങ്ങളുടെ ആപ്പിൾ ID-യും പാസ്വേഡും അടിക്കാൻ പറയുന്നുണ്ട്. അതൊരു നല്ല കാര്യമാണ്. ഇവിടെ നിങ്ങൾ അടിച്ച് നോക്കുക. നിങ്ങളിപ്പം എന്താ പറയുക, മറന്നൊക്കെ പോയിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യും. അപ്പോൾ അങ്ങനെ റീസെറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇതേ ഫോൺ iOS 17-ൻ്റെ ഹോം സ്ക്രീൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതുപോലെ അതിലൊന്നൊക്കെ വരും. അപ്പോൾ നമുക്ക് സാധാരണ പോലെ ഫോൺ ഹോം ക്ലിക്ക് അടിച്ച് ഇത് സെറ്റപ്പ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സാധാരണ പോലെ സെറ്റപ്പ് ചെയ്യാം. ഓക്കെ, ഇവിടെ നമ്മൾ ഇംഗ്ലീഷ് കൊടുക്കുന്നു, ഇന്ത്യ കൊടുക്കുന്നു, കൺട്രിയും കാര്യങ്ങളൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ വൈഫൈ ആയിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ചടങ്ങാണ്. ആ ചടങ്ങ് കണക്ട് ചെയ്താൽ പിന്നെ കാര്യങ്ങളൊക്കെ ഓക്കെ ആവും. ഇപ്പോൾ വൈഫൈ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആക്ടിവേറ്റ് എന്നൊക്കെ പറഞ്ഞ് കാണിക്കും. സമയം കൊടുക്കുക. ഓക്കെ, നമ്മൾ സാധാരണ പോലെ ഫോൺ സെറ്റപ്പ് ചെയ്യുന്ന രീതി. പിന്നെ നമ്മുടെ ഐക്ലൗഡിൻ്റെ ആ പരിപാടി വരും. അപ്പം ഇനിയാണ് മെയിനായിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇപ്പം നമുക്ക് ഇവിടെ കൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ പഴയ ആ ഒരു ആപ്പിൾ ID, അതായത് ഇപ്പം നമ്മൾ നേരത്തെ റീസെറ്റ് ചെയ്യണേക്കാളും നമ്മുടെ ഐഫോൺ എങ്ങനെയായിരുന്നത്, നമ്മുടെ ആപ്ലിക്കേഷൻസ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നത്, അത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഇത് ഫ്രം ഐക്ലൗഡ് ബാക്കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ആപ്പിൾ ID ഒക്കെ അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കത് കിട്ടും. അതൊന്നും ഒരു വിഷയമില്ല. പക്ഷേ ഞാനിവിടെ ഒരു ഫ്രഷ് ഇൻസ്റ്റാൾ, അതായത് നമ്മുടെ മെയിൻ ഉദ്ദേശം iOS 18 ഡൗൺലോഡ് ചെയ്യാനാണ്. ഓക്കെ, ഇപ്പോൾ നമ്മളിത് റീസെറ്റ് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ റീസെറ്റ് ചെയ്തിട്ട് വേണം iOS 18 ഡൗൺലോഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയാണ് മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ iOS 18 ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഈ ഒരു ഐക്ലൗഡ് ബാക്കപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഡോണ്ട് ട്രാൻസ്ഫർ എനിത്തിങ് കൊടുത്തിട്ട് ഒരു ഫ്രഷ് ആയിട്ട് തന്നെയാണ് ഫോൺ കയറ്റുന്നത്. ഓക്കെ,
അപ്പോൾ നിങ്ങൾക്ക് താഴെ ഓപ്ഷൻ കാണാൻ പറ്റും എന്താ പറയുക ഡോണ്ട് ട്രാൻസ്ഫർ എനിത്തിങ് എന്ന് പറഞ്ഞിട്ട് അത് ക്ലിക്ക് ചെയ്യുക. ഇനി നിങ്ങളുടെ ആപ്പിൾ ഐ ഡി എന്തായാലും അടിച്ചു കൊടുക്കുക. ആപ്പിൾ ഐ ഡി സൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ വരും, അനിമേഷനൊക്കെ. അപ്പോൾ സക്സസ്ഫുൾ ആയിട്ട് പാസ്വേഡ് നിങ്ങൾക്ക് ഓർത്തിരിക്കുക എന്താണ്. ഓക്കെ, ഇപ്പോഴത്തെ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ റീസെറ്റിൻ്റെ കാര്യങ്ങൾ. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഔട്ട് ഓഫ് ദ ബോക്സ് എക്സ്പീരിയൻസ് ആണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് അപ്ഗ്രേഡ്, അതായത് iOS 8 അപ്ഗ്രേഡ് ചെയ്യാം. പിന്നെ ഒരു കാര്യം കൊണ്ട് പറയാം, iOS 8 ഇപ്പോൾ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ടെന്ന് കേൾക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്ത്, ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ടുള്ള 12 അതുപോലെ തന്നെ 13, 14, 16, 15 സീരീസൊക്കെ യൂസ് ചെയ്യുന്നവരാണ് കുറച്ച് പേടിക്കേണ്ടത്. ഓൾഡ് ഡിവൈസിൻ്റെ മിക്കവാറും അങ്ങനത്തെ പ്രശ്നങ്ങൾ വരാൻ ചാൻസസ് കുറവാണ്. കാരണം ഓൾഡ് ഡിവൈസസിന് അധികം ഫീച്ചേഴ്സ് ഒന്നും വരില്ല, ജസ്റ്റ് കുറച്ച് കസ്റ്റമൈസേഷൻ അല്ലാണ്ട് വലിയ ഫീച്ചേഴ്സ് ഒന്നും വരുന്നില്ല. അതിന് പകരമായിട്ട് അവർ ചെയ്യാൻ പോകുന്നത് ചിലപ്പം പെർഫോമൻസ് ഡ്രോപ്പ് ആയിരിക്കും. ഓക്കെ, അപ്പം അതെന്തായാലും ഞാൻ iOS 8 ആ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അപ്പം നോക്കാം. അപ്പോൾ എന്തായാലും റീസെറ്റ് ചെയ്ത് നമ്മൾ സെറ്റ് ചെയ്തിപ്പം ഓക്കെ ആയിട്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ജനറലി പോയിട്ട് സോഫ്റ്റ്വെയർ അപ്ഗ്രേഡ് കൊടുക്കാം. ഇപ്പം iOS 8 അപ്ഗ്രേഡ് ചെയ്യണമെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2 അപ്ഗ്രേഡാണ് വരുന്നത്, iOS 17.7 അതുപോലെ തന്നെ താഴെ നിങ്ങൾക്ക് സ്ക്രോൾ ചെയ്താൽ iOSൻ്റെ ആ ഒരു 8 അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് ചെയ്യാം. ഇപ്പോൾ ഞാൻ iOS 8 അപ്ഗ്രേഡ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്താൽ നിങ്ങളുടെ ഡാറ്റയും പോകില്ല, അതുപോലെ തന്നെ നിങ്ങൾക്ക് iOS 8 നല്ല ഫ്രഷ് ആയിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ iOS 17.6 ഇപ്പോഴത്തെ ഈ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ iCloud തിരിച്ച് ബാക്കപ്പ് ചെയ്തില്ല. കാരണം നമ്മൾ iOS 8 കയറ്റിയിട്ട് വേണം തിരിച്ച് ബാക്കപ്പ് എടുക്കാൻ. അപ്പോൾ iOS 8 ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞിട്ട് ഒന്നുകൂടി ഒന്ന് ഫാക്ടറി റീസെറ്റ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ സെറ്റപ്പ് ആദ്യം മുതൽ ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് ഈ ഐഫോൺ യൂസ് ചെയ്യാൻ പറ്റും, ബട്ടർ സ്മൂത്തായിട്ട്. നിങ്ങളിപ്പം എന്തായാലും ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് വരാം. പക്ഷേ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കാരണം പാസ്വേഡ്സൊക്കെ മറന്നുവെങ്കിൽ അത് സെറ്റ് ചെയ്യുക, ബാക്കപ്പൊക്കെ ആയതും ചെക്ക് ചെയ്യുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ്. ഇപ്പോൾ നിങ്ങളുടെ പഴയ ഐഫോൺ ആയാലും ഇപ്പോൾ iPhone SE തന്നെ ആണെങ്കിലും നിങ്ങൾക്ക് ഇനിയും ഒരു വർഷം സൂപ്പറായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത്രേ ഉള്ളൂ. iOS 8 ആയിരിക്കും മിക്കവാറും ഈ ഒരു എന്താ പറയുക നമ്മുടെ iPhone SE ലാസ്റ്റ് അപ്ഡേറ്റ് എന്ന് പറയാം. iPhone SE 2020 അടുത്ത് iOS 19 വരുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല, വന്നാൽ അടിപൊളിയായേനെ. അപ്പോൾ എന്തായാലും അത്രേ ഉള്ളൂ.